മത്സരം കടുത്തുവെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളെ ശുഭപ്രതീക്ഷയിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ യു.ഡി.എഫ് നജീബ് കാന്തപുരം വിജയിക്കുമെന്ന കാര്യം ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ 5 ഭൂരിപക്ഷം തികയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് ചൂട് എന്നല്ല പറയേണ്ടത്, വെന്തുരുകുന്ന ചൂട്. അതിനേക്കാൾ വലിയ മത്സര ചൂടാ. KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രാജേന്ദ്രൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. മത്സരമൊക്കെ കടുത്തു എന്നാണ് നിങ്ങളുടെ എതിർപക്ഷം പറയുന്നത്. UDF-ലെ എല്ലാ നേതാക്കളും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പം മത്സരം കട്ടയ്ക്കാണെന്നാണ് പല ആളുകളും പറഞ്ഞു വെക്കുന്നത്. ബാബുരാജ്, ഇപ്പോൾ UDF-ന്റെ വിജയ സാധ്യത അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം താങ്കൾ നേരത്തെ പ്രവചിച്ച പോലെ എങ്ങനെ കാണുന്നത്? മത്സരം കടുത്തുവെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളെ ശുഭപ്രതീക്ഷയിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ UDF നജീബ് കാന്തപുരം വിജയിക്കുമെന്ന കാര്യം ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു മത്സരം കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറ്റവും നന്നായിട്ടുള്ളൊരു മത്സരമാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനമാണ് ഐക്യമുന്നണി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിയോജകമണ്ഡലത്തിൽ മാസ് കോഡ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ നേതാക്കന്മാരും അവരുടെ സ്വന്തം ബൂത്തിൽ ഇതുപോലുള്ള സ്കോഡ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം മാസ് കോഡാണെന്നാണ് ഞങ്ങൾ ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ബൂത്ത് എൻ്റെ അഭിമാനം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാരും, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാ നേതാക്കന്മാരും അവരവരുടെ ബൂത്തുകളിൽ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള സ്കോഡ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തികച്ചും 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ 5 ഭൂരിപക്ഷം തികയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന വലിയൊരു മേൽക്കൈയുണ്ടല്ലോ, അത് നിലനിർത്താൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ മുനിസിപ്പൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായ ഒരു ആവേശത്തിന്റെ ബലം കൊണ്ടാണ് തന്നെയാണ് UDF-ന്റെ പ്രവർത്തകർ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് പറയാൻ കാരണം 15,000-ന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷം നജീബ് കാന്തപുരത്തിന് ഉണ്ടാകും. അത് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ UDF-ന്റെ ഐക്യവും പരസ്പരമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ടീം UDF ആയിട്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, പരസ്പരം സൗഹാർദ്ദപരമായിരുന്നു. അതൊക്കെ വർഗീയ ചേരിതിരിവിലേക്കൊന്നും പോകില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും തെരഞ്ഞെടുപ്പ് മത്സരം കടുത്തു വന്നപ്പോൾ പല ആളുകളും വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് വോട്ടർമാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. അതൊരു പക്ഷേ നമുക്ക് ഈ കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന് ചേർന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്കോ? ഞങ്ങൾ ഐക്യജനാധിപത്യത്തിന് വേണ്ടി മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ തികച്ചും വർഗീയപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു വിജയിക്കാനുള്ള ഒരു സാധ്യതയെ കാണുന്നത്. അത് മറ്റു പല രീതിയിലുള്ള, നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ RSSനെ കുറിച്ചാണെങ്കിലും SNDP കുറിച്ചാണെങ്കിലും ഒക്കെ അവരുടെ നിലപാട് നമുക്കൊക്കെ അറിയാം. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, മതേതര നിലപാട്. അതായത് വി.ഡി. സതീശൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, വർഗീയവാദികളായ ആളുകളുടെ വോട്ടുകൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൂടാതെ അദ്ദേഹം വേറൊരു കാര്യം എടുത്തു പറഞ്ഞത്, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലും പിന്നീടും പറഞ്ഞു, ഇത്തവണ UDF-ന് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെ ആർജവത്തോടു കൂടി ഒരു നേതാവ് പറയുക, പിന്നെ ഇപ്പോൾ ആദ്യം ചെറിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു എന്ന് പല ആളുകളും പ്രചരിപ്പിച്ചിരുന്നെങ്കിലും സുധാകരൻ, അതുകൂടാതെ എല്ലാ നേതാക്കളും, ഷാഫി പറമ്പിലൊക്കെ ചെല്ലുന്നിടത്തൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നു. ഇതൊക്കെ എതിർപക്ഷത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു? UDF-നെ സംബന്ധിച്ച് ഏത് കാലത്തും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് മൂർധന്യത്തുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോട് കൂടിയുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കാറുള്ളത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100-ലധികം സീറ്റോട് കൂടി UDF വരും എന്നും ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പ്രവർത്തകരോടുള്ള വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ അധികാരത്തിലെത്തിക്കും. കഴിഞ്ഞ 10 വർഷം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു അവസാനമുണ്ടാകും. ശബരിമലയിലും അതുപോലെ നമ്മൾ കണ്ട പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഐക്യമുന്നണി അധികാരത്തിലെത്തും എന്ന കാര്യം യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് 100% ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം കൃത്യമായി ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റം, നമ്മുടെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർധനവ്, ഇലക്ട്രിസിറ്റി ചാർജിന്റെ വില വർധനവ്, നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈപ്പൻഡ് മുടങ്ങിയ കാര്യങ്ങൾ, ഏത് വിഭാഗം ആളുകൾ എടുത്താലും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ
നിഷേധിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ന് CPMന്റെ ഗവൺമെന്റ് എത്തിയിട്ടുണ്ട്. അത് ആർക്ക് ഏത് രീതി തൊഴിലാളികൾക്കാണെങ്കിൽ അവരുടെ ഒരുപാട് പ്രയാസങ്ങൾ അത് പരിഹരിക്കാനുള്ള നമുക്കറിയാം ആശാ വർക്കർമാരുടെ സമരം നമ്മൾ കണ്ടു. ആശാ വർക്കർമാരെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന താഴെത്തട്ടിലുള്ള ആശാ വർക്കർമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ, മറിച്ച് അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ദൂർത്ത് നടത്താനും അവർക്ക് വിദേശങ്ങളിൽ പോകാനൊന്നും ഒരു പ്രയാസവുമില്ലാത്ത അവസ്ഥ ഇതൊക്കെ കേരള ജനത കണ്ടതാണ്. ഇതിൽ നിന്നൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതുന്നത്. അത് ശക്തമായ ഒരു താക്കീത് ഇടതുപക്ഷത്തിന് കൊടുക്കും. പിണറായിയുടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ആ ഒരു കുടുംബാധിപത്യം, കേരളത്തിൽ നടക്കുന്ന സ്വജനപക്ഷപാതം, ഇതിനൊക്കെയുള്ള ഒരു അന്തിമ ഒരു വോട്ടെടുപ്പിന്റെ വിധിയായിരിക്കും ഈ 9-ാം തീയതി നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുകളോട് അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ പറയാൻ കാരണം. ഇവിടെ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിങ്ങൾ 5000-ന്റെ മുകളിൽ 18,000, 15,000 ഒക്കെ ഇങ്ങനെ പറയുന്നു പലരും. ഇടതുപക്ഷത്തിന്റെയും പ്രതീക്ഷ 5000 അങ്ങനെയൊക്കെ തന്നെയാണ് പ്രതീക്ഷ. മത്സരം വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്സരം എല്ലായിടത്തും എല്ലാ തരത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നജീബ് കാന്തപുരത്തെ കുറിച്ച് ഉണ്ടാകുന്ന പ്രചാരണങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെതായ കുറച്ച് എന്താ പറയുക, അദ്ദേഹം കല്യാണത്തിന് പോകുന്നു, മരണ വീട്ടിൽ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അദ്ദേഹം എന്ത് വികസനം നടത്തിയെന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾ തന്നെ 2-3 വികസനങ്ങൾ, കാരണം നമുക്ക് മാധ്യമ ഇതിൽ നമുക്കിങ്ങനെ ആരോ പക്ഷം പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല, പലതും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിനെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അവര് CPM നടത്തുന്ന ഒരു കുപ്രചരണമാണ്. വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ തൊട്ടപ്പുറത്ത് 50 മീറ്റർ അപ്പുറത്ത് 20 ലക്ഷം രൂപ മുടക്കിയാണ് ഇവിടെ ഈ റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് 25 ലക്ഷം രൂപ ഈ പാതായിക്കരയിൽ CPMന്റെ കുത്തക കേന്ദ്രം എന്നറിയപ്പെടുന്ന ഈ പാതായിക്കരയിൽ പോലും 45 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ നജീബ് കാന്തപുരത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി തൊട്ടപ്പുറത്ത് 50 മീറ്റർ അപ്പുറത്താണെന്ന് നിങ്ങൾക്ക് പോയാൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതീകരണത്തിന്റെ, കുടിവെള്ളത്തിന്റെ പ്രശ്നമാണെങ്കിലും ഏത് വികസന പ്രവർത്തനം എടുത്തു നോക്കിയാലും കഴിഞ്ഞ 5 വർഷം കൊണ്ട് പെരിന്തൽമണ്ണ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണെന്നൊരു സംശയമില്ല. പിന്നെ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഒരു അപരിചിതനായി കടന്നു വന്ന നജീബ് കാന്തപുരം ഇന്ന് പെരിന്തൽമണ്ണക്കാരനായി മാറി. ഏത് കുട്ടികൾക്ക് പോലും ഇന്ന് നജീബ് കാന്തപുരത്തിനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനയും വിലയിരുത്താൻ കഴിയും. അത് വിലയിരുത്തിയ ആളുകളാണ് ഇന്ന് നമുക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഭീതിവുണ്ട, അതിൽ പ്രയാസപ്പെട്ട CPM ആണ് ഇത്തരം കുപ്രചരണങ്ങൾ നടത്തുന്നത്. പിന്നെ മരണ വീട്ടിലും കല്യാണത്തിനൊക്കെ പോകുന്നത് ഒരു MLA സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആ വീട്ടിൽ ചെല്ലുന്ന ആളുകൾക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണത്. അതിന് ഈ CPMകാർ ഇത്ര വിരളി കൂട്ടി വല്ല കാര്യമുണ്ടോ? അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും വില പോകുന്ന കാര്യമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ നജീബ് കാന്തപുരം ഇവിടെ വിജയിക്കും. 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മെയ് 4-ാം തീയതി റിസൾട്ട് അറിയുമ്പോൾ നമുക്ക് കാണാം. കൃത്യമായി ഞങ്ങൾ അതിന്റെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ അനുസരിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും വി ബാബുരാജ് ചാനൽ 10 പറഞ്ഞിരുന്നു, ഇവിടെ ഈ പെരിന്തൽമണ്ണ നഗരസഭ പിടിച്ചെടുത്തിരിക്കും. അദ്ദേഹം ഒരു 21 മുതൽ 25 വരെ, ചില ആളുകൾ ഒരു 2 കൂട്ടിയായിരുന്നു. അദ്ദേഹം ബാബുരാജ് കൃത്യമായിട്ട് നമ്മോട് പറഞ്ഞു ഒരു 21 മുതൽ 25 വരെ, 18 മുതൽ 25 വരെ എന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും 21 വാർഡുകളിൽ വിജയിച്ച് അദ്ദേഹം അന്ന് പ്രവചിച്ചതുപോലെ ഇന്നും ചാനൽ 10 വാർത്തകൾ അത് കിടപ്പുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭ പിടിച്ചു, ചുറ്റുവട്ടത്തെ പഞ്ചായത്ത് എല്ലാം പിടിക്കുമെന്ന് പറഞ്ഞു, അത് പിടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രവചനം വീണ്ടും 15,000-ന്റെ മുകളിൽ വോട്ട് ലഭിച്ച് നജീബ് കാന്തപുരം ജയിക്കും. അത് ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ പ്രചരണമാണ് നടക്കുന്നതെന്ന് പറയുന്നത്. ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രവചിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നജീബ് കാന്തപുരം വിജയിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവചനം 15,000-ന്റെ മുകളിൽ ഭൂരിപക്ഷത്തിൽ നജീബ് കാന്തപുരം ജയിക്കുമെന്നാണ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരട്ടെ, ഫലം വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.